Hello my dear children, how are you? Today we are going to study the new lesson, part 13, part 13, बीरबल की सोच से, बीरबल की सोच से. In this lesson, this lesson says, बुद्धि से काम करना. ബുദ്ധിയോടുകൂടി നമ്മൾ ജോലി ചെയ്യുക. ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം ചെയ്യുക. ദിയേ ഗയേ കാര്യ കാ സഫലതാപൂർവക നിർവാഹ കർണ. നൽകിയിരിക്കുന്ന ജോലികൾ സഫലതാപൂർവക എന്താണ്? സഫലതാപൂർവം മീൻസ് എന്താണ്? നമുക്കത് സഫലതാപൂർവം മീൻസ് നമുക്കത് സഫലമാക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ആ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ. एक बार अकबर अपने बगीचे में टहल रहे थे. एक कौवा उसके सिर पर मंडराने लगा. उन्होंने कौवे को हाथ से उठा दिया. 2 कदम चले कि कौवा फिर आ गया. उसने अकबर को चोंच मारी. अकबर को बहुत क्रोध आया. वे बगीचे से लौट आए. दूसरे दिन दरबार लगा. अकबर ने प्रश्न किया, हमारी राजधानी में कितने कौवे होंगे? एक बार ഒരിക്കൽ അക്ബർ अपने बगीचे में टहल रहे थे. ഒരിക്കൽ അക്ബർ തന്റെ പൂന്തോട്ടത്തിൽ കൂടി പൂങ്കാവനത്തിൽ ഗാർഡനിൽ കൂടി ടഹൽ രഹേ എന്താണ്? ഉലാത്തുകയായിരുന്നു. ടഹൽ രഹേ ഥേ. ഏക് കൗവ ഒരു കാക്ക ഉൻകെ സിർ പർ മഡ്രാനെ ലഗ. അദ്ദേഹത്തിന്റെ തലക്ക് ചുറ്റും എന്താണ്? കറങ്ങാൻ തുടങ്ങി. ഉനോനെ കൗവെ കോ ഹാത്ത് സെ ഉഠാ ദിയ. അദ്ദേഹം എന്ത് ചെയ്തു? ആ കാക്കയെ തന്നെ കൈ കൊണ്ട് ഓടിച്ചു വിട്ടു. 2 കദം ആകെ ചലേ കി കൗവ ഫിർ ആ ഗയ. 2 അടി മുന്നോട്ട് പോയപ്പോൾ കാക്ക പിന്നെയും വന്നു. ഉസ്നെ അക്ബർ കോ ചോച്ച് മാരി. കാക്ക എന്ത് ചെയ്തു? അക്ബറിനെ കൊത്തി. ചോച്ച് മാരി മീൻസ് ചുണ്ടുകൊണ്ട് കൊത്തി. അക്ബർ കോ ബഹുത് ക്രോധായ. അക്ബറിന് വളരെയധികം ദേഷ്യം വന്നു. ലൗട്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? പൂന്തോട്ടത്തിൽ നിന്ന് തിരിച്ചു വന്നു. ദൂസരേ ദിൻ ദർബാർ ലഗ. दूसरे दिन दरबार मीन्स रॉयल कोर्ट. दरबार रॉयल कोर्ट. दूसरे दिन दरबार लगा. അടുത്ത ദിവസം എന്ത് ചെയ്തു? അദ്ദേഹം രാജ്യസദസ്സ് വിളിച്ചുകൂട്ടി. രാജ്യസഭ വിളിച്ചുകൂട്ടി. എന്നിട്ടോ അക്ബറിനെ പ്രശ്ന കിയ. അക്ബർ ഒരു പ്രശ്നം വെച്ചു. ഒരു കാര്യം പറഞ്ഞ് ഹമാരി രാജധാനി മേ കിത്തനെ കൗവേ ഹോങ്കെ. നമ്മുടെ ഈ രാജ്യത്ത് എത്ര കാക്കകൾ ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സബ് മന്ത്രി, രാജ് ദർബാരി ഓർ കർമ്മചാരി ദംഗ്. ആ കൊട്ടാരത്തിലുള്ള എല്ലാ എംപ്ലോയീസും ആശ്ചര്യപ്പെട്ട് നിന്ന് പോയി. ഫല ഏക് ഐസാ പ്രശ്ന ഹേ സബ് മൗനം. കൊള്ളാം, ഇതെന്തൊരു ക്വസ്റ്റ്യൻ ആണിത്? എല്ലാവരും മിണ്ടാതിരുന്നു. നമുക്ക് രാജ്യത്തുള്ള കാക്കകളെ എണ്ണാൻ പറ്റുമോ? അല്ലേ? നെവർ. അല്ലേ? നെവർ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് പറ്റത്തില്ല അല്ലേ? അപ്പം ഹല ഏക് കൈസാ പ്രശ്ന ഹേ. വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്? സബ് മൗന്. എല്ലാവരും സൈലന്റ് ആയി. മൗന് മീൻസ് സൈലന്റ്, ചുപ്. മൗന്. മൗന് മീൻസ് साइलेंट. सब मौन. अकबर फिर बोले. എന്നിട്ടോ अकबर फिर बोले. अकबर പിന്നെയും പറഞ്ഞു, मुझे तुरंत अपने प्रश्न का उत्तर चाहिए. बीरबल तुम भी मौन बैठे हो. अकबर പിന്നെന്താ പറഞ്ഞേ? मुझे तुरंत എനിക്ക് എത്രയും പെട്ടെന്ന് अपने प्रश्न का उत्तर चाहिए. എൻ്റെ ക്വസ്റ്റ്യന്റെ ആൻസർ വേണം. बीरबल तुम भी मौन बैठे हो. നീ മിണ്ടാതിരിക്കുകയാണോ? बीरबल बोले
ഐസേ പ്രശ്നോं के उत्तर नहीं होते. അപ്പൊ ബീർബൽ എന്ത് പറഞ്ഞു? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊന്നും എന്താണ് ആൻസർ ഇല്ല. ഉത്തർ നഹി ഹോത്തെ, ആൻസർ ഇല്ല. मैम एक सप्ताह के भीतर मुझे उत्तर चाहिए कि आगरा में कितने कौवे हैं. एक सप्ताह के भीतर, सप्ताह मीन्स वीक, सप्ताह സപ്താഹ മീൻസ് വീക്ക്. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ, ഭീതർ മീൻസ് ഉള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ എന്താണ് മുझे ഉത്തർ ചാഹിയെ, എനിക്ക് ഉത്തരം വേണം. കി ആഗ്ര മേ കിത്തനെ കൗവേ ഹേ, ആഗ്രയിൽ എത്ര കാക്കകളുണ്ട്. ബീർബലിനെ കഹ തിക് ഹേ ഹുസൂർ, ശരി രാജാവ് എന്ന് ആര് പറഞ്ഞു? ബീർബൽ പറഞ്ഞു. इस काम को पूरा करने के लिए मुझे 1000 अशरफियाँ चाहिए. इस काम को पूरे करने के लिए, ഈ ഡ്യൂട്ടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി, ഈ ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടി മുझे എനിക്ക് 1000 അശറഫിയാം ചാഹിയെ, എനിക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ വേണം. 1000 മീൻസ് 1000, അശറഫിയാം ഗോൾഡ് കോയിൻസ്. 1000 മീൻസ് 1000. അശറഫിയ മീൻസ് ഗോൾഡ് കോയിൻസ്. എനിക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ വേണം. ബീർബൽ 1000 अशरफियों की थैली लेकर घर चले गए. सप्ताह भर आराम करते रहे. सप्ताह भर आराम करते रहे. ബീർബൽ 1000 സ്വർണ്ണ നാണയത്തിന്റെ थैली बैग लेकर घर चले गए. ബീർബൽ 1000 अशरफियों की थैली लेकर, 1000 സ്വർണ്ണ നാണയങ്ങളുടെ ബാഗുമായിട്ട് എന്ത് ചെയ്തു? ഖർ ചലേ ഗയേ, വീട്ടിലേക്ക് പോയി. और सप्ताह भर आराम करते रहे, ഒരാഴ്ച ഫുൾ എന്ത് ചെയ്തു? അദ്ദേഹം റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നു. 7 दिन बाद दरबार में हाजिर हुए. 7 दिन बाद അല്ലെ, 1 week 7 days അല്ലെ. 7 दिन बाद दरबार में हाजिर हुए. 7 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ദർബാറിൽ പ്രസന്റ് ആയി. ഹാസിർ ഹോന, ടു ബി പ്രസന്റ്. ഹാസിർ ഹോന, ടു ബി പ്രസന്റ്. 7 दिन के बाद എന്ത് ചെയ്തു? दरबार प्रसन्न आई. अकबर जवाब के लिए उतावले हो रहे थे. उन्होंने पूछा कुछ मालूम हुआ बीरबल? അദ്ദേഹം എന്ത് ചെയ്തു? അക്ബർ ഉത്തരത്തിന് വേണ്ടി ഭയങ്കര ജിജ്ഞാസയോടെ കാത്തിരിക്കുകയായിരുന്നു. ഉത്താവല മീൻസ് ക്യൂരിയസ്, ജിജ്ഞാസയോട് കൂടി കാത്തിരിക്കുകയായിരുന്നു. ഉനോനെ പൂച്ച, അദ്ദേഹം ചോദിച്ചു കുച്ച് മാലൂം ഹുവാ ബീർബൽ, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? നിനക്ക് അതിന്റെ ആൻസർ കിട്ടിയോ? ബീർബലിനെ ഉത്തർ ദിയ, ബീർബൽ പറഞ്ഞു ജി ഹുസൂർ, കിട്ടി, എനിക്ക് അതിനുള്ള ആൻസർ കിട്ടി. ആഗ്രാമേ 2459 കൗവേ ഹേ, 2468 കാക്കകളുണ്ടെന്ന്. 2459 കാക്കകളുണ്ട്. എത്രയുണ്ട്? 2469 കാക്കകളുണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? കൗവേ ഹേ. നമ്മുടെ ആഗ്രയിൽ മൊത്തം 2469 കാക്കകളുണ്ടെന്ന് രാജാവ് പറഞ്ഞു. ബീർബൽ പറഞ്ഞു. राज्यसभा में सब दंग रह गए, कैसे गिना कौवों को. രാജ്യസഭയിലെ എല്ലാവരും അതിശയിച്ചിരുന്നു പോയി, എങ്ങനെ എണ്ണും കാക്കകളെ. അക്ബർ ബോൽ ഉഠേ, അധികയാ കം ഹുയേ തോ. അക്ബർ പിന്നെയും ചോദിച്ചു
അധിക യാ കം ഹുയേത്തോ, അധികമാണോ അധികമോ അതിൽ കൂടുതലോ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കൃത്യം കണക്കാണോ അതിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ബീർബൽ അക്ബർ की आंखों में झांक कर बोले, അല്ലേ? ബീർബൽ അക്ബർ की आंखों में झांक कर बोले, അക്ബറിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഹുസൂർ അതിൽ हुए तो दूसरे शहर से कौवों को घर मेहमान आए होंगे. ഈ 2469 എന്നുള്ള കണക്കാണ് നമ്മുടെ രാജ്യത്തുള്ള യഥാർത്ഥ കാക്കയുടെ കണക്ക്. അതിൽ അധികമാണ് ഉള്ളതെങ്കിൽ അത് നമ്മുടെ രാജ്യത്തേക്ക് മെഹമാൻ ഹോങ്കെ, വിരുന്ന് വന്നവരായിരിക്കും. ഈ 2469 എന്ന കണക്കുള്ളതിൽ കൂടുതൽ കാക്കയാണ് ഉള്ളതെങ്കിൽ അവര് പുറം രാജ്യത്ത് നിന്ന് വിരുന്ന് വന്നവരായിരിക്കും. और कम हुए तो കുറവാണെങ്കിൽ हमारे शहर के कौवे दूसरे शहर घूमने गए होंगे. ഇതിൽ കുറവ് കാക്കകളാണ് അങ്ങ് എണ്ണുമ്പോൾ ഉള്ളെങ്കിലെങ്കിലോ നമ്മുടെ രാജ്യത്തെ കാക്കകള് വേറെ രാജ്യം വിസിറ്റ് ചെയ്യാൻ പോയതായിരിക്കും. അക്ബർ കാ മുഹ് ഖുലാ രഹ ഗയ, അദ്ദേഹം വാ തുറന്നിരുന്നു പോയി. സബി ടഹാക്ക മാർക്കർ ഹസ്പടി, എല്ലാവരും തട്ട് ചിരിച്ചു പോയി. നോക്കിയേ, അപ്പൊ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്താ, ബിർബല് കാക്കകളെ എണ്ണിയിരുന്നോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു? 1000 സ്വർണ്ണനാണയങ്ങൾ വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. എന്നിട്ടോ ഇവിടെ വന്നൊരു കണക്കങ്ങ് പറഞ്ഞു. രാജാവ് ചോദിച്ചു, അതിൽ കൂടുതലാണെങ്കിലോ? കൂടുതലാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് വിരുന്ന് വന്നവരായിരിക്കും. കുറവാണെങ്കിലോ നമ്മുടെ കാക്കകള് പുറത്തോട്ട് പോയതായിരിക്കും എന്നും പറഞ്ഞു. അല്ലേ? അതാണ് ബിർബലിന്റെ ബുദ്ധി. അല്ലേ? രാജാവ് വാ തുറന്നു പോയി, വാ പൊളിച്ചു പോയി. സബി ടഹാക്ക മാർക്കർ ഹാസ്പടെ, എല്ലാവരും തട്ട് ഹസിച്ച് ചിരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, एक बार अकबर अपने बगीचे में टहल रहे थे, एक कौवा उनके सिर पर मंडराने लगा. उन्होंने कौवे को हाथ से उठा दिया. 2 कदम चले कि कौवा फिर आ गया. उसने अकबर को चोंच मारी. अकबर को बहुत क्रोध आया. वे बगीचे से लौट आए. दूसरे दिन दरबार लगा. अकबर ने प्रश्न किया, हमारी राजधानी में कितने कौवे होंगे? सब मंत्री, राज दरबारी और कर्मचारी दंग. भला एक ऐसा प्रश्न है? सब मौन. अकबर फिर बोले, मुझे तुरंत अपने प्रश्न का उत्तर चाहिए. बीरबल, तुम भी मौन बैठे हो. बीरबल बोले, ऐसे प्रश्नों के उत्तर नहीं होते. अकबर बोले, मैं तुम्हें एक कार्य सौंप रहा हूँ. 1 सप्ताह के भीतर मुझे उत्तर चाहिए कि आगरा में कितने कौवे हैं. बीरबल ने कहा, ठीक है हुजूर, इस काम को पूरा करने के लिए मुझे 1000 अशरफियाँ चाहिए. बीरबल 1000 अशरफियों की थैली लेकर घर चले गए. सप्ताह पर आराम करते रहे. 7 दिन बाद दरबार में हाजिर हुए. अकबर जवाब के लिए उतावले हो रहे थे. उन्होंने पूछा, कुछ मालूम हुआ बीरबल? बीरबल ने उत्तर दिया, जी हुजूर, आगरा में 2459 कौवे हैं. राज्यसभा में सब दंग रह गए. कैसे गिना कौवों को? अकबर बोल उठे, अधिक या कम हुए तो? बीरबल अकबर की आंखों में झांक कर बोले, हुजूर, अधिक हुए तो दूसरे शहरों से कौवों को घर मेहमान आए होंगे. कम हुए तो हमारे शहर के कौवे दूसरे शहर घूमने गए होंगे. अकबर का मुंह खुला रह गया. सभी ठहाका मारकर हंस पड़े. പാഠം തീർന്നു. ലെറ്റ്സ് ഗോ ടു ദ വേർഡ് എക്സസൈസ്. വേർഡ് മീനിങ്: മഡരാന, ഹോവറിംഗ്. മഡരാന, ഹോവറിംഗ്. ദർബാർ, കിങ്സ് കോർട്ട്. കർമ്മചാരി, എംപ്ലോയീസ്. ദെൻ സർപ്രൈസ്ഡ്. മൗന, സൈലന്റ്. സൗബന, ഗിവിംഗ് റെസ്പോൺസിബിലിറ്റി. അഷ്റഫി, ഗോൾഡ് കോയിൻ. हाजिर होना, टू बी प्रेजेंट. उतावले, क्यूरियस. ठहाका, हार्टी लाफ.
नेक्स्ट प्रश्न होंगे उत्तर दे, आंसर द क्वेश्चंस. प्रश्न होंगे उत्तर दे. നോക്കിയോ, അക്ബർക്ക് കിസ് पर क्रोध आया. അക്ബറിന് ആരാണ് ദേഷ്യം വന്നത്? അക്ബർക്ക് കൗവേ पर क्रोध आया. അക്ബർക്ക് കിസ് पर क्रोध आया, ആരുടെ ദേഷ്യം വന്നേ? അക്ബർക്ക് कौवे पर क्रोध आया. കാക്കയോട് ദേഷ്യം വന്നു. कौवे पर क्रोध आया. नेक्स्ट, अकबर ने दरबार में क्या पूछा? अकबर राजसभा से എന്താണ് ചോദിച്ചത്? अकबर ने दरबार में पूछा कि हमारी राजधानी में कितने कौवे होंगे. अकबर ने दरबार में पूछा कि हमारी राजधानी में कितने कौवे होंगे. हमारी राजधानी में कितने कौवे होंगे. നമ്മുടെ രാജ്യത്ത് എത്ര കാക്കകൾ കാണും? ബീർബൽ ने अकबर से क्या मांगा? എന്താണ് ബീർബൽ അക്ബർ ആവശ്യപ്പെട്ടത്? बीरबल ने अकबर से 1000 अशरफिया मांगी. बीरबल ने अकबर से 1000 अशरफिया मांगी. नेक्स्ट, बीरबल कितने दिन बाद दरबार में हाजिर हुए? बीरबल എത്ര ദിവസത്തിന് ശേഷം ദർബാറിൽ ഹാജരായത്? बीरबल 7 दिन के बाद. बीरबल 7 दिन के बाद दरबार में हाजिर हुए. बीरबल 7 दिन के बाद दरबार में हाजिर हुए. 10 ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസത്തിന് ശേഷമാണ് അത് എന്ത് ചെയ്ത് രാജ്യസദസ്സില് പ്രസന്റ് ആയത്. ओके, फर्स्ट क्वेश्चन, अकबर को किस पर क्रोध आया? अकबर को कौवे पर क्रोध आया. नेक्स्ट, अकबर ने दरबार में क्या पूछा? अकबर ने दरबार में पूछा कि हमारी राजधानी में कितने कौवे होंगे. बीरबल ने अकबर से क्या मांगा? बीरबल अकबर എന്താണ് ആവശ്യപ്പെട്ടത്? बीरबल ने अकबर से 1000 अशरफिया मांगी. 1000 സ്വർണ്ണനാണയങ്ങളാണ് ആവശ്യപ്പെട്ടത്.
ബീർബൽ കിത്തനെ ദിൻ ബാദ് ദർബാർ में हाजिर हुए ബീർബൽ എത്ര ദിവസത്തിന് ശേഷമാണ് ദർബാറിൽ പ്രസന്റ് ആയത് ബീർബൽ 7 दिन के बाद ദർബാർ में हाजिर हुए 7 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്ത് ദർബാറിൽ പ്രസന്റ് ആയതെന്ന് അടുത്ത നോക്കിയേ സഹി ശബ്ദ ചുൻകർ വാക്യ പൂരെ കരേ ചൂസ് ദ കറക്റ്റ് വേർഡ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ് അക്ബർ കോ ഡാഷ് ചോച്ച് മാരി അക്ബറിനെ ആരാണ് ചുണ്ടുകൊണ്ട് കൊത്തിയത് കോയലിനെ കൗവേനെ ആരാ കൊത്തിയത് കോയലാണോ കുക്കുവാണോ കുയിലാണോ കാക്കയാണോ കൗവേനെ അല്ലേ കാക്കയാ കൊത്തിയത് അല്ലേ അദ്ദേഹം ബഗീച്ചയിൽ ഗാർഡനിൽ കൂടെ നടന്നപ്പോഴത്തേക്ക് കാക്കയാണോ അദ്ദേഹത്തെ ചുണ്ടുകൊണ്ട് കൊത്തിയത് കൗവേ നെക്സ്റ്റ് അക്ബർ രാജധാനി ഡാഷ് തി അക്ബറിന്റെ രാജകൊട്ടാരം അല്ല രാജ്യം എവിടെയായിരുന്നു ആഗ്ര ദില്ലി ആഗ്ര നെക്സ്റ്റ് ബീർബൽ की ഡാഷ് से सब दंग रह गए അദ്ദേഹത്തിന്റെ ബീർബലിന്റെ എന്ത് കണ്ടല്ല എല്ലാരും ആശ്ചര്യപ്പെട്ടിരുന്നു പോയത് മൂർഖത വിഡ്ഢിത്തം ചതുരായി കണ്ണിങ് ചതുരായി കണ്ണിങ് അല്ലെ സൂത്രം അദ്ദേഹം ശരിക്കും കാക്ക എണ്ണിയിരുന്നില്ല അല്ലെ അദ്ദേഹം ചുമ്മാ കണക്ക് പറഞ്ഞതാ और बीरबल को उत्तर देने के लिए डैश का समय दिया गया ബീർബലിന് ഉത്തരം നൽകാൻ വേണ്ടി എത്ര സമയമാണ് നൽകിയിരുന്നത് एक सप्ताह 2 सप्ताह 1 सप्ताह അല്ലേ 1 सप्ताह 1 सप्ताह एक सप्ताह नेक्स्ट समान अर्थ वाले शब्द तक रेखा खींचे match the words with the similar meaning സെയിം മീനിങ് ഉള്ള വാക്കാണ് എഴുതേണ്ടത് സെയിം മീനിങ് प्रश्न सवाल प्रश्न सवाल क्वेश्चन नंबर 3 आते हैं हैरान दंग मौन चुप क्रोध गुस्सा क्रोध गुस्सा कार्य काम कार्य काम जल्दी जल्दी शीघ्र शीघ्र अधिक अधिक बहुत बहुत जवाब उत्तर देखिए प्रश्न सवाल हैरान दंग मौन चुप क्रोध गुस्सा कार्य काम जल्दी शीघ्र अधिक बहुत जवाब उत्तर ओके फोर्थ एक्सरसाइज പഠിക്കണ്ട ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിട്ടേ ഉള്ളൂ ഫിഫ്ത്ത് നോക്കിയേ ആം എന്ന അക്ഷരത്തിന്റെ വിവിധ രൂപങ്ങളാണല്ലേ ചെയ്യാം നമുക്കത് मंत्री
मंत्री, झांकना चिंतकळी गुत्तम, आंख, घंटा, मडराना, दंख, मुख, मूछ, तुरंत, हंसना, हंसना, चंद्रमा, कंगन, ഊഞ്ചി. ഇവിടെ ചിഹ്നം നോക്കണേ. രംഗ്, രംഗ്, രംഗ്. നെക്സ്റ്റ് ജംഗൽ, ജംഗൽ, ബാന്ദ്, okay. Next, right meaning in Hindi. Hovering, madrana. Surprised, denk. Silent, chup, mauna. Curious, utavale. Aggressive arthilic, right meaning in English. Darbar, royal court. Saumbana, giving responsibility. Ashrafi, gold goyen. Tahaka, hearty laugh. എന്താണ് നോക്കിയേ, എഴുതിലേക്ക് ഡിക്റ്റേഷൻ മാർക്കൊക്കെ നോക്കിയേ. ക്രോധ്, ചോച്ച്, പ്രശ്ന, മന്ത്രി, കർമ്മചാരി, സപ്താഹ്, മേഹമാൻ, ഉത്താവലി. അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് നോക്കി വെക്കുക. എന്താണ് റൈറ്റിംഗ് കറക്റ്റ് ഓർഡറിന് കറക്റ്റ് സ്പെല്ലിംഗ് എഴുതാൻ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ലെറ്റേഴ്സ് നോക്കി വെക്കുക. ഓക്കെ, സോ ദ ലെസൺ ഈസ് ഓവർ. Let's wind up the class. Thank you. Have a nice day.